നമ്മുടെ മക്കളെ ഇങ്ങനെ ദൂരത്ത് നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് വിചാരിക്കും, പക്ഷേ കോളറിന് പിടിച്ച് കുത്തിപ്പിടിച്ച് അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ നോക്കണം. ഒരെണ്ണത്തിനെ വിശ്വസിച്ചേക്കല്ലേ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. അപ്പൊ നിങ്ങൾ വിചാരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ പറയില്ല. പറയാൻ നിർബന്ധിതനായതുകൊണ്ട് പറഞ്ഞതാണ്. പ്രിയമുള്ളവരെ, പറയാൻ നിർബന്ധിതനായത് കൊണ്ട് മാത്രം പറഞ്ഞ. എല്ലാ ദിവസവും പള്ളി പോകുന്ന കുടുംബം, ഇവളും പള്ളി പോകും, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. പുറത്ത് നോക്കുമ്പോൾ ആൾ ഓക്കെയാണ്. ആൾ എൻ്റെ അടുത്ത് വന്നിട്ട് വളരെ സങ്കടത്തോടുകൂടെ പറഞ്ഞൊരു കാര്യം, അച്ഛാ എനിക്ക് മയക്കുമരുന്ന് ഒട്ടും മാറ്റാൻ പറ്റണില്ല, എനിക്ക് പിടിച്ചിക്കാൻ പറ്റണില്ല. പ്രിയമുള്ളവരെ, നമ്മളെയൊക്കെ പോലെ വീട്ടിൽ സാധാരണ കുടുംബജീവിതം നയിക്കുന്ന ഒരു വീട്ടിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും അറിയത്തില്ല. വളരെ കുമ്പസാര രഹസ്യം പോലെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമുക്കത് പറയാനും പറ്റുന്നില്ല. കേട്ട ഒരു വീഡിയോയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ പറയുന്നതാണ്. അതാണ് MDMA എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് ഇതൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെതിരെ ഞാൻ ഒരു പുതിയ ആഹ്വാനവുമായിട്ട് വരുന്നു. MDMA അല്ല, MAD. എന്നിട്ട് പുള്ളി അതിന് കൊടുത്ത എക്സ്പ്ലനേഷൻ ഇങ്ങനെയാണ്. MAD എന്ന് വെച്ചാൽ മദർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ്. അമ്മ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയന്ന് ഈ സാധനം എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റുമെന്ന് പറഞ്ഞു. അമ്മ വിചാരിക്കണം എൻ്റെ മോനാണ്, അതുകൊണ്ട് പതുക്കെ ഒതുക്കും. നമ്മൾ ഒതുക്കലില്ല പ്രിയപ്പെട്ടവരിനകത്ത്, ഒതുക്കലില്ല നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മമാർ ഈ ഒരു കാര്യത്തിനെതിരെ നിൽക്കാനായിട്ട്, അടിയുറച്ച് നിൽക്കാനായിട്ട്, ചങ്കുറപ്പടെ നിൽക്കാൻ പറ്റിയ ഇത് അങ്ങനെ തന്നെ എടുത്ത് വലിച്ചെറിഞ്ഞ് കളയാൻ പറ്റും. ചിലപ്പോൾ നാണം കടേണ്ടി വരും, പക്ഷെ അതെന്തിനു വേണ്ടിയിട്ടാണ്? എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടല്ല, എൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ടായിരിക്കും.